ധ്യാനം കർമ്മത്തെ ഇല്ലാതാക്കുമോ? കർമ്മത്തെ ഓവർകം ചെയ്യാനുള്ളൊരു പ്രധാന മാർഗം ധ്യാനം തന്നെയാണ്. ഓരോ തവണ നമ്മൾ ധ്യാനിക്കുമ്പോഴും നമ്മുടെ കർമ്മം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ അനന്തരഫലങ്ങളുണ്ട്. നമ്മൾ ചിട്ടയായ ധ്യാനത്തിലൂടെ വ്യക്തികളെ അവർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഉള്ളവരാക്കാനായിട്ട് സഹായിക്കുന്നു. ചിലർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രസൻറ്റിൽ ജീവിക്കൂ. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് തിരിച്ചറിവുള്ള ആൾക്കാർ കൂടുതൽ അങ്ങനെ പറയുന്നത്? പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓവർ തിങ്കിങ് ആണ്, ലീഡ്സ് ടു ഡിപ്രഷൻ മാത്രമാണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത്. ഇത്തരം പ്രയോജനമില്ലാത്ത അധമ ചിന്തകൾ നമ്മുടെ വൈബ്രേഷനെ താഴോട്ട് കൊണ്ടുവന്ന് നമുക്ക് മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, മെൻ്റൽ ഇൽനെസ്. ഇത്തരം വൈബ് കുറഞ്ഞ തോട്ട് പ്രോസസ്സിലൂടെ താഴ്ന്ന ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തുന്നു. അധമ ചിന്തകൾ, അപ്പോൾ ഈ താഴ്ന്ന ഫ്രീക്വൻസി എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറ്റങ്ങൾ, കുറവുകൾ, വിഷമങ്ങൾ, അസുഖങ്ങളെ പറ്റി, അപ്പോൾ നമ്മൾ ചെന്ന് ആ വൈബ്രേഷനിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളത്. ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമുക്കൊരു സമാധാനം ലഭിക്കില്ല, എപ്പോഴും ഒരു ആങ്സൈറ്റി, ഭാവി എന്താവും എന്നതിനെക്കുറിച്ചൊരു ആശങ്കയായിരിക്കും എപ്പോഴും. അതും ഒരു ബാഡ് വൈബ്രേഷൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം ആങ്സൈറ്റി ഉള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ചുറ്റിൽ വന്ന് ചേരുന്നത്. അപ്പോൾ നമ്മുടെ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്ന് പറയും. നമ്മളെന്താണോ അത് തന്നെയാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. സോ ഇവിടെ പ്രസൻറ്റിൽ ജീവിക്കാൻ പറയുന്നത്, പാസ്റ്റിൽ പോയി നമുക്കൊന്നും തിരുത്താനൊന്നും പറ്റില്ല, അല്ലേ? ഫ്യൂച്ചറിൽ പോയിട്ട് നമുക്ക് ഒരു ഇടപെട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ അറിഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്ത് മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ആ പ്രസൻറ്റിൽ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഹാപ്പിയായിട്ട്, സന്തോഷമായിട്ട്, ഫുള്ളി ഇൻവോൾവായിട്ട്, മൈൻഡ്ഫുള്ളായിട്ടൊന്ന് ചെയ്യുക എന്നുള്ളതാണ്. ആ വർക്ക് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ചിന്തകളായിരിക്കും നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നത്. നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള മനസ്സമാധാനം കൂടെ പോകും. അപ്പോൾ ആ ചെയ്യുന്ന ജോലി മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക, അതിലൂടെ നമുക്ക് വൈബ്രേഷൻ ഉയർത്താൻ പറ്റും. നെഗറ്റീവായ ആൾക്കാരൊക്കെ തനിയെ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും സംഭവിക്കുന്നതല്ല കേട്ടോ. ഇതൊക്കെ ചിലപ്പം 1 വർഷം വരെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ മെഡിറ്റേഷൻ, സാധന, യോഗ പോലുള്ള കാര്യങ്ങൾ. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത്തരം നെഗറ്റീവ് അധമ ചിന്താഗതിയുള്ള നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വിട്ടു പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടു പോകുന്നതോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ തന്നെ ചിന്തിക്കും, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത്. നമ്മൾ വളരെ കാം ആവാൻ തുടങ്ങും. നമ്മൾ ഈ കംപ്ലൈൻറ്റ് പറച്ചിൽ, പീപ്പിൾ പ്ലീസിങ്, കുറ്റം പറച്ചിൽ, ഇത്തരം കാര്യങ്ങളെല്ലാം നിർത്തുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. നമ്മളെന്തോ പോസിറ്റീവായി വരുന്നുണ്ട്, നമ്മളിൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി നിൽക്കുമ്പോൾ മാത്രമേ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ പോസിബിൾ ആവുള്ളൂ. നമ്മൾ ഡിവൈനായിട്ട് കണക്റ്റ് ആവുള്ളൂ. ഡിവൈനായിട്ട് കണക്റ്റ് ആയിരുന്നാൽ തന്നെയാണ് മാനിഫെസ്റ്റേഷൻസ് പോസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ ബുക്കിൽ ഇമ്പോസിഷൻ എഴുതിയത് കൊണ്ടോ അഫർമേഷൻ, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സറൗണ്ടിങ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത്തരം നമ്മൾ ക്ലിയർ ആക്കുന്നതിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തിച്ചേരുക തന്നെ ചെയ്യും. അങ്ങനെ മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആവുള്ളൂ. അല്ല ബുക്കിൽ ഇമ്പോസിഷൻ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആവില്ല. അപ്പം മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രസൻറ്റിൽ ജീവിക്കുക. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു നെഗറ്റീവ് നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ എനർജി വൈബ്രേഷനൊക്കെ നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.